ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, ഇന്ന് നിങ്ങൾ എന്ത് എനർജിയിലാണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. റെഡാണ്. ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കൂടുതലും ഒരു പ്രണയത്തെക്കുറിച്ചാണ്. പ്രണയത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച കാര്യങ്ങൾ, നിങ്ങളെ ചതിച്ച കാര്യങ്ങൾ, അതൊക്കെ ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കണം, നിങ്ങളെ ചതിച്ച വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ച ആൾക്കാരോടൊക്കെയും നിങ്ങൾക്ക് ക്ഷമ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും. പക്ഷേ നിങ്ങൾ ആ ഒരു പഴയ എനർജിയിലേക്ക്, നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു എനർജിയിലേക്ക് പോകുന്ന ഒരു ഇന്നുള്ളത്. കാരണം എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ചതിയുടെ എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു, ആ വേദന നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. നോക്കാം. ലാവൻഡറാണ്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണെന്നൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണോ, അതെ നിങ്ങളെ ഡീപ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയാണോ നിങ്ങൾ ഇരിക്കുന്നതെന്ന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ എനർജി എപ്പോഴും നമ്മൾ ബാധിക്കും. അപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്, മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്കഥവാ ഒരു വഴി തെറ്റിയാൽ പോലും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളുടെ കൂടെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ പോലും നമ്മളതിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകും. അതല്ല എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നിങ്ങളുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ലെവൽ എപ്പോഴും താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അപ്പം നിങ്ങൾ ചുറ്റും സ്നേഹമുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ ശ്രമിക്കുക. സ്നേഹിക്കുന്ന ആൾക്കാരുടെയും ജെന്യൂനായിട്ടുള്ള ആൾക്കാരുടെയും കൂടെ ഇരിക്കാൻ എപ്പോഴും ശ്രമിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ടുള്ള ആൾക്കാരുമായിട്ട് മാത്രം കൂട്ടുകിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. സൺഗാഡാണ്. ശരിക്കും ഒരു സണ്ണെന്ന് പറയുമ്പോൾ അറിയാലോ, അതിൽ മേഘങ്ങളുടെ ഇടയിലേക്ക് പോയ ആ ഒരു പ്രകാശത്തെ തിരിച്ചു കൊണ്ടുവരുന്നു, ഒരു പെയിന്റ് ചെയ്ത് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ലോകം ചിലപ്പോൾ ചുരുങ്ങിപ്പോയിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ വേദനകൾ നിറഞ്ഞതായിരുന്നിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രമിച്ചാൽ വീണ്ടും ആ സൂര്യനെ, ആ മേഘപാളികൾക്കിടയിലിരിക്കുന്ന സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ഈ ഒരു സമയം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ തന്നെ ശ്രമിക്കണം, നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. നമുക്ക് മറ്റൊരാൾ നമ്മളെ സഹായിക്കുന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയോട് കൂടി, ഒരു ദൃഢമായ വിശ്വാസത്തോടു കൂടി, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു വിചാരത്തോടു കൂടി നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് നമ്മളെ വിട്ടിട്ട് പോയ ആൾക്കാരെ, അല്ലെങ്കിൽ ഇത് ട്രീ ആണ്. അപ്പം അറിയാലോ, വൃക്ഷങ്ങൾ ഇങ്ങനെ ഇല കൊഴിഞ്ഞ് ഒറ്റയ്ക്കാവും.
ആ ഒരു തടി മാത്രമാവും, ഇലയും ഒക്കെ കൊഴിഞ്ഞു പോകും. അപ്പം അതുപോലെ നമ്മളെ വിട്ടിട്ട് പോയ കുറേ കാര്യങ്ങൾ, നമുക്ക് നമ്മളെ വേദനിപ്പിച്ച ആ ഓർമ്മകൾ, ഇതിലൊക്കെയും ആ നമ്മളെ വേദനിപ്പിച്ച ആ ഓർമ്മകളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, മരങ്ങളെ പോലെയാണ് നമ്മൾ. ഈ ഇല കൊഴിയും, വീണ്ടും തളർക്കും, വീണ്ടും പൂവിടും, വീണ്ടും ആ മരം നിറയെ ഇലയാകും, വീണ്ടും സന്തോഷം വരും. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. അപ്പം അത് ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അത് വീണ്ടും അത് അങ്ങനെ സംഭവിക്കും, വീണ്ടും തിരിച്ച് അത് വീണ്ടും ഇലകൾ വീണ്ടും വരും. അപ്പോൾ അതുപോലെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ ആ കാലം, അതിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. വീണ്ടും പുതിയ ഇലകൾ വരുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കുക. പുതിയ പൂക്കൾ വരാനുണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ സന്തോഷിക്കുക. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അത് അവരെ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. നമ്മളെ വിട്ടിട്ട് പോണ ആൾക്കാരെ അവരെ പോകാൻ അനുവദിക്കുക, അല്ലാതെ അവരെ പോകരുത് എന്ന് പറഞ്ഞ് ബെഗ് ചെയ്ത് കൂടെ നിർത്തരുത്. ഇപ്പം നമ്മളെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ നമ്മളെ വിട്ടിട്ട് പോണത്, അത് മനസ്സിലാക്കുക. നമുക്ക് അത്രയും മൂല്യമില്ല എന്ന്, മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് അത്രയും മൂല്യം ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അവർ നമ്മളെ വിട്ടിട്ട് പോകണം. നമ്മൾ നമ്മളുടേതായ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മൂല്യമുണ്ടെന്ന് നമ്മളാണ് കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ശരിക്കും അവരെ വിട്ടുപോകാൻ അനുവദിക്കാതെ നമ്മൾ ആ ഇമോഷനിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വിച്ചാണ് നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നീതി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വിഷമിച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മളുടെ വരുന്ന നല്ല ഭാഗ്യങ്ങളെയും നല്ല കാലങ്ങളെയും കാണാതെ ഇരിക്കരുത്. കാരണം നിങ്ങൾക്കൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. കാലം കണക്ക് ചോദിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്ക് നീതി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നീതി നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി, നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. കാലം കണക്ക് ചോദിക്കാൻ വരുന്നുണ്ട്, നിങ്ങളുടെ കഷ്ടപ്പാടിനെല്ലാം ഫലം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഏത് സിറ്റുവേഷനിലാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് നീതി വരുന്നുണ്ട് എന്നുള്ളതാണ്. യൂണിവേഴ്സാണ്. അപ്പോൾ ഇത് പ്രപഞ്ചം ആണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് എടുത്താൽ മാത്രം മതി, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഈ യൂണിവേഴ്സിൽ നിറയെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ശരിക്കും ഇതിൽ കുറേയധികം നക്ഷത്രങ്ങളും മോണും ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ യൂണിവേഴ്സിൽ തന്നെ ഉണ്ട്. അത് കണ്ടുപിടിച്ചാൽ മാത്രം മതി. നിങ്ങൾ ജസ്റ്റ് ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉടനെ തന്നെ സഫലീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടും. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ഉറച്ച് വിശ്വസിക്കുക. പ്രിൻസസ്സാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ, പ്രണയിക്കാൻ ശ്രമിക്കുക. നമ്മളെ പ്രണയിക്കാതെ മറ്റുള്ളവരാരും നമ്മളെ പ്രണയിക്കുന്നൊന്നും ചിന്തിക്കാതിരിക്കുക. ഈ നൈറ്റ് എന്ന് പറയുന്നത് ഒരു യൗവനത്തിൻ്റെ എനർജിയാണ്. വളരെ ബ്യൂട്ടിഫുൾ എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്, ഒരുപാട് പ്രതീക്ഷകളുള്ള എനർജിയാണ്. അപ്പം നിങ്ങളെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി പ്രണയിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഏറ്റവും നല്ല വെർഷൻ നമ്മൾ കാണുന്നത് നമ്മളെ ഏറ്റവും പ്രണയിക്കുന്ന ആളിൻ്റെ മുന്നിലാണ്. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ ഏറ്റവും പ്രണയിക്കുന്നത് നമ്മളായി തന്നെ സങ്കല്പിച്ച് നമ്മുടെ ഏറ്റവും നല്ല വെർഷനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെ ചെയ്താൽ ശരിക്കും നമ്മളെ തന്നെ പ്രണയിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കൊക്കെ നമ്മളോട് പ്രണയവും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നത്. ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ക്ലോവറാണ്. നിങ്ങളുടെ ഗിൽറ്റ് റിലീസ് ചെയ്ത് കളയാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ
ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരാളാകാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ല എന്ന് വരും. ചിലപ്പോൾ അത് നമ്മുടെ ഫിഗറിലായിരിക്കും. ചിലപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കോപ്പി ചെയ്യാതെ നമ്മൾ ആദ്യം കണ്ണാടിയിലൊന്ന് നോക്കി നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് നമ്മളൊന്ന് വളരെയധികം സ്നേഹിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ നന്മകൾ കാണാൻ ശ്രമിക്കുക. ഇതിലിപ്പോൾ നമ്മൾ പലരും ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. കുറേ വണ്ണം വെച്ചിരിക്കുന്നതുകൊണ്ടോ കുറേ മെലിഞ്ഞിരിക്കുന്നത് കൊണ്ടോ ഒന്നും ആരും നല്ലതാകണം എന്ന് ചിന്തിക്കരുത്. ഇതിൽ നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ നമ്മളായിട്ട് കണ്ട് നമ്മളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. നമ്മളുടെ ഉള്ളിലുള്ള ആ ഗിൽറ്റ് ഫീലിംഗ് എല്ലാം നമ്മൾ കളയുന്നത് നല്ലതായിരിക്കും. ശരിക്കും നമ്മൾ ഏത് ഭാവത്തിലാണോ ഉള്ളത് ആ ഒരു ഭാവത്തിലും രൂപത്തിലും നമ്മളെ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും നമ്മളങ്ങനെ ഇഷ്ടപ്പെട്ട് നമ്മളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഹോംവാർഡാണ്. നമ്മളൊറ്റയ്ക്ക് ഒന്ന് പുറത്തു പോകാനൊക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എപ്പോഴും ഒറ്റയ്ക്ക് യാത്രകൾ നടത്തുക. നമുക്ക് വേണ്ടതെല്ലാം മറ്റുള്ളവർ ചെയ്തു തരുമെന്ന് വിചാരിക്കാതെ നമ്മൾ സ്വയം അതൊന്ന് നമ്മളെ ചെയ്ത് സന്തോഷിപ്പിക്കുക. കാരണം നമുക്കൊരു യാത്ര പോകണം, അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും ചെയ്തു തരണം എന്നൊന്നും ചിന്തിക്കാതിരിക്കുക. നമ്മൾ തന്നെ യാത്ര പോകണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണ് അത് മറ്റൊരാളുടെ സപ്പോർട്ടില്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് നമ്മളെ സന്തോഷിപ്പിക്കണം എന്നുള്ളതാണ്. മെൻ ഹോൾഡിങ് ഹേർട്ടാണ്. ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പ്രണയം, ഒരു ഓഫറുമായിട്ട് ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ എവിടെയോ ഒരാൾ കാത്തിരിക്കുന്നു നിങ്ങളെ പ്രണയിക്കാൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, പാസ്റ്റിലും ഇപ്പോഴും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളൊരാളിനെ പ്രണയിക്കുന്നത് പോലെ, ഒരു സ്വപ്നം കാണുന്ന പോലെ ഒരു പ്രണയം നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ എവിടെയോ ഉണ്ട് എന്നുള്ളതാണ്. സ്റ്റോം വാണിംഗാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു മുൻകരുതൽ എടുക്കണം. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം നമ്മൾ ഒന്ന് റീതിങ്ക് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പം ഈ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി നമ്മൾ മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം എവിടെയോ വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ നന്മകളൊന്നും കാണാതെ നമ്മളെ കുറ്റപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളുടെ അമിതമായ ദേഷ്യം കൊണ്ടോ ഈഗോ കൊണ്ടോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു വാർണിംഗ് ആണിത്. ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഈഗോ കുറയ്ക്കുക. നമ്മളെല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും നമ്മൾ ഇടപെടാതിരിക്കുക. ജേണിയാണ്. ഒരു യാത്ര പോകുന്നൊരു എനർജിയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്ന് നിങ്ങൾ യാത്ര പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ആർക്കേഞ്ചൽ ശമുവിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ തേർഡ് ചക്രയാണ്. അപ്പോൾ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നു എന്നും കാണുന്നുണ്ട്. നിങ്ങളുടെ മണിപൂരക ചക്രം ആക്റ്റീവ് ആകുന്നു എന്നും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻസ് ഒക്കെ വരുന്നത് ശരിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങളുടെ മണിപൂരക ചക്രത്തിലാണ് കൂടുതൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിപ്പുണ്ട്. അപ്പോൾ അത് ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്ന സമയമാണ്. ചിലപ്പോൾ തലവേദനയൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. തലകറക്കം, തലവേദന ഒക്കെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചക്ര മെഡിറ്റേഷൻ ചെയ്യുക. മാക്സിമം ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ചക്രയൊക്കെ ബാലൻസ് ആക്കി വെക്കുന്നത് നല്ലതാണ്. ഹേർട്ടാണ്. ലവ്, ഡീപ്പ് അഫെക്ഷൻ ആൻഡ് കെയറിങ്. അതപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടു നിങ്ങളെ ഒരു പ്രണയവുമായിട്ട് എവിടെയോ ഒരാൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഡീപ്പ് അഫെക്ഷനുമായിട്ട്
വളരെ ശരിക്കും ഒരു പ്രണയവുമായിട്ട് ഒരാൾ നിങ്ങളെ എവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഫോക്സ് ആണ്. ബിസിനസ്സിൽ കുറച്ച് ഒരു ന്യൂ ഇയറിൻ്റെ ബിസിനസ്സൊക്കെ അങ്ങ് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റേതായൊരു ബിസിനസ് മേഖലയിൽ കുറച്ച് കുറവായിരിക്കും. ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും അത് ഒരു എന്താണ്, ഈ ഒരു സമയം കുറച്ച് കുറവായിരിക്കും ബിസിനസ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ അതിൽ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡോഗാണ്. ഒരു പവർഫുൾ ഫ്രണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഈ ഒരു സമയം എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.